ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നന്ദൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി കല്ലുമ്മക്കായ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യാൻ വന്നേക്കുന്നത്. നല്ല കുഞ്ഞി കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ബോയിൽ ചെയ്യാൻ വെച്ച് ആ തൊണ്ടിൽ നിന്ന് അതിനെ മാറ്റിയതിന് ശേഷം അതിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ച് വെച്ച ഒരു 2.5 ടീസ്പൂൺ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് സെറ്റായി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് കേട്ടോ. നമ്മളിവിടെ 3 വലിയ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. സവാളയും കൂടി ഇട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മളിതിനെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ കളറായി മാറുമ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ടൊമാറ്റോ, തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു മീഡിയം സൈസ് 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 3/4 ടീസ്പൂൺ മഞ്ഞളും 1.5 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഫിഷ് മസാലയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ നല്ലൊരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും അതേപോലെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പാകമായ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ മസാലയും നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളി തക്കാളിയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ഒരു റോസ്റ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായ്, അതേപോലെ കടുക്ക എന്നൊക്കെ പറയും കേട്ടോ. ഇതിന് മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കല്ലുമ്മക്കായ് എന്നാണ് പറയുക. അപ്പോൾ കല്ലുമ്മക്കായ് ഇതിലേക്ക് ചേർത്ത് ഈ നമ്മുടെ റോസ്റ്റിൻ്റെ മസാലയായി നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, കാരണം നമ്മൾ റോസ്റ്റാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഇതിനെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല സൂപ്പർ കല്ലുമ്മക്കായ റോസ്റ്റ് അല്ലെങ്കിൽ കടുക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും അതേപോലെ നമ്മൾ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ആ മസാലയുടെ കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിനെ സെർവ് ചെയ്യാം. ഇതാ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സൂപ്പർ കല്ലുമ്മക്കായ റോസ്റ്റ് അല്ലെങ്കിൽ കടുക്ക റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഓൾ.